Hi friends, welcome back to Hafsa'skitchen craft. ഞാൻ സൗജിയ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ദീപാവലി സ്പെഷ്യൽ ഡെസേർട്ടാണ്. ഇത് വളരെ എളുപ്പത്തിലും സ്വീറ്റുള്ളതുമായ ഡെസേർട്ടാണ്. ഞാൻ ഇന്ന് ഈ റെസിപ്പിയോടുകൂടി ഒരു വ്ളോഗ് കൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വ്ളോഗാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് പാൽപ്പാടിയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയതിന് ശേഷം കിട്ടുന്ന കാരയാണ്. ഞാൻ അതിന് ആദ്യമായി ഈ നെയ്യ് ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള പാൽപ്പാടിയിൽ നിന്ന് നേരിട്ട് നെയ്യ് ഉണ്ടാക്കുന്ന രീതിയും പാൽപ്പാടിയിൽ നിന്ന് വെണ്ണയിൽ നിന്ന് എങ്ങനെ നേരിട്ട് നെയ്യ് ഉണ്ടാക്കാം എന്ന രീതിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ ഇത് പുതിയതായിട്ട് എടുക്കുന്ന പാൽപ്പാടിയാണ്. ആദ്യത്തെ രീതിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പാൽപ്പാട ഡയറക്റ്റായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കി ലോ ഫ്ലെയിമിലാണ് ചൂടാക്കിയിരിക്കുന്നത്. എനിക്ക് കുറേയധികം നെയ്യ് കിട്ടിയിരുന്നു. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ കുറേ നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നെയ്യ് കിട്ടും. അത് ഇതേപോലെ ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ അടുപ്പിൽ വെക്കാം. നല്ലോണം കറുപ്പാവുന്നത് വരെ വെക്കേണ്ട ആവശ്യമില്ല. ഈ കളറാവുന്നത് വരെ നമുക്ക് ചൂടാക്കിയാൽ മതിയാവും. ഈ കാര കൊണ്ടാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി കാണിക്കുന്നത്. നമുക്ക് ഈ പാൽപ്പാടിയിൽ നിന്ന് ഒന്നും തന്നെ വേസ്റ്റ് ആക്കാതെ എല്ലാം ഉപയോഗിക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ കാര കൊണ്ട് നമുക്ക് നല്ല വ്യത്യസ്തമായ, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാൽഗോവയുടെ ടേസ്റ്റോടുകൂടി ഒരു നല്ല രുചിയുള്ള ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അഥവാ നമുക്ക് പാൽപ്പാട ഇല്ല, നെയ്യ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന വെണ്ണ വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ ഉരുക്കി നെയ്യാക്കിയതിന് ശേഷം അതിൽ ബാക്കി വരുന്ന ഈ കാര കൊണ്ട് നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഞാൻ ആ കാര നിങ്ങൾക്ക് വേണ്ടി അളന്ന് കാണിച്ചു തരികയാണ്. അതിൽ ഏകദേശം 1.25, അതായത് 2 കപ്പ് നിറച്ചല്ലെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് എന്ന രീതിയിൽ ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഈ പാലിൽ നമുക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ലംസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാലിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് അതിൽ ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇത് കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ട് നമുക്കൊരു കട്ടി രൂപത്തിലാകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ കട്ടിയാവുന്നത് കാണാം. ഇതേപോലെ ഒന്ന് കട്ടിയാവുന്നത് കാണാം. ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ 2 ഗ്ലാസ് കാരയ്ക്ക് ഞാൻ 8 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം അവരവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചേർത്താവുന്നതാണ്. ഇതിൽ നമുക്ക് വേറൊന്നും തന്നെ ചേർത്താനില്ല. ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ആകുന്നത് കാണാം. കളർ ചേഞ്ചും ഒന്നുകൂടെ കട്ടിയായതിനു ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാര നമുക്ക് കളയേണ്ട ആവശ്യമില്ല, ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ ചേർത്ത് കുഴക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സ്വീറ്റ് നിങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. വളരെ ടേസ്റ്റുള്ളതും ഹൈജീനിക്കുമായിട്ടുള്ള ഒരു സ്വീറ്റാണ്, ഡെസേർട്ടാണ്.
ബട്ടർ വാങ്ങിച്ച് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് വളരെ വ്യത്യസ്തമായ ടേസ്റ്റിയുള്ള ഒരു സ്വീറ്റാണ്. ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഞാൻ പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചതാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഫങ്ഷന് പോകാനുള്ളത് കൊണ്ട് ഞങ്ങളത് ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇത് നമുക്കിനി ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ഉള്ളതും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുള്ളത്. നമുക്കിത് സെർവ് ചെയ്യാം. എൻ്റെ മോൻ സജാദ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇപ്പോൾ പറയും. സൂപ്പർ. സ്വിമ്മിങ് പോകുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഫങ്ഷനിൽ തിരക്കുള്ളതുകൊണ്ട് വീഡിയോസായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നീയാണ് വേണ്ടത്. പോകാ. ദുൽഖർ സൽമാൻ എടുക്കാനേ.
അൺബോക്സിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ മുഴുവനായിട്ട് അൺബോക്സിങ് ചെയ്യാനൊന്നും നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു മഴ കാരണം. ബഷീർ ഖാൻ്റെ ഒരു ബ്രദർ, നന്നായി വരക്കാൻ കഴിവുള്ളൊരു കുട്ടിയുണ്ട്, അലിമോൻ. അവൻ്റെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് അവൻ വരച്ചിട്ടായിരുന്നു വീട് ഹൗസ് വാമിങ്ങിന് കൊടുത്തത്. ഞങ്ങൾ അതുമാത്രമാണ് അൺബോക്സിങ് കാര്യമായിട്ട് ചെയ്തുള്ളൂ. ഇതായിരുന്നു ആ ഗിഫ്റ്റ്. അവൻ സ്വന്തം കൈകൊണ്ട് വരച്ച് ഉണ്ടാക്കി വീടിക്കലിന് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു വാൾ പെയിൻ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗിഫ്റ്റായിരുന്നു അത്. ഞങ്ങൾ അതുമാത്രമാണ് അൺബോക്സിങ് ചെയ്തുള്ളൂ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. അതോടുകൂടി ഞങ്ങൾ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി ഡിഷുടെ റെസിപ്പിയുമായി നിങ്ങളെ കാണും വരെ സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.